Good morning students. Welcome back to our biology class. കഴിഞ്ഞ ഒരു ക്ലാസ്സോട് കൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അവസാനിച്ചു. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എന്തിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചായിരുന്നു അല്ലേ? നെർവസ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ന്യൂറോൺസിനെയും അതുപോലെ തന്നെ ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും ഒക്കെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. സെക്കൻഡ് ചാപ്റ്ററിന്റെ നെയിമാണ് വിൻഡോസ് ഓഫ് നോളജ്. ഓക്കെ, എന്താണ് ചാപ്റ്ററിന്റെ നെയിം? വിൻഡോസ് ഓഫ് നോളജ്. എന്താണ് അങ്ങനെ പറഞ്ഞാൽ വിൻഡോസ് ഓഫ് നോളജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിൻഡോസ് എന്താ നമുക്കറിയാം അല്ലെ? നോളജും എന്താണെന്നറിയാം. നമ്മുടെ ശരീരത്തിലെ നോളജിന്റെ വിൻഡോസ് എന്നറിയപ്പെടുന്നത് ആരാണ്? അതായത് പുറമേ നടക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ബോഡിക്ക് അറിയാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സറൗണ്ടിങ്സിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? ഈ കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ നമ്മുടെ ബോഡിക്ക് ഒരു എബിലിറ്റി ഉണ്ട്. അപ്പൊ ഈ പുറത്ത് നടക്കുന്ന, അതായത് സറൗണ്ടിങ്സിൽ ചുറ്റുപാട് നടക്കുന്ന ഈ അറിവുകളെയൊക്കെ നമ്മുടെ ബോഡിക്കുള്ളിലോട്ട് കൊണ്ടുപോരുന്ന ആ വിൻഡോസ് ഏതൊക്കെയാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ വിൻഡോസിനെ കുറിച്ച് പഠിച്ചതാണ്. ഏതൊക്കെയാണ്? ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? നമ്മുടെ ബോഡി അറിയുന്നത് എങ്ങനെയാണ്? സെൻസ് ഓർഗൻസ് വഴിയാണ് അല്ലേ? എത്ര സെൻസ് ഓർഗൻസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ? 5 സെൻസ് ഓർഗൻസ് ഉണ്ട്. ഏതൊക്കെയാണ് സെൻസ് ഓർഗൻസ്? ഓർമ്മിച്ചു വെക്കാൻ ഞാൻ നിങ്ങൾക്കൊരു വേർഡ് പറഞ്ഞു തന്നിരുന്നു. ഏതാണ് ആ വേർഡ്? ടെൻസ് എന്നുള്ള വേർഡ് ഓർത്ത് വെച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ടെൻസ് എന്നുള്ള വേർഡ് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ ബോഡിയിലെ സെൻസ് ഓർഗൻസ് അറിയാം. ഇതില് ടി എന്ന് പറഞ്ഞാൽ ടങ്, അതുപോലെ തന്നെ ഇ എന്ന് പറഞ്ഞാൽ അയ്യോ ആവാം, ഇയറും ആവാം. ദെൻ നോസ് എന്ന് പറഞ്ഞാൽ നോസ്. ദെൻ എസ് മീൻസ് സ്കിൻ. ദെൻ ഇ മീൻസ് ഇയർ. അപ്പോ നമ്മുടെ ബോഡിയിലോട്ട്, നമ്മുടെ സറൗണ്ടിങ്സിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിക്കകത്തോട്ട് ആ ഇൻഫർമേഷൻ നമ്മളിലോട്ട് എത്താൻ സഹായിക്കുന്ന ആ വിൻഡോസ് എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ സെൻസ് ഓർഗൻസ് ആണ്. മനസ്സിലായല്ലോ? 5 സെൻസ് ഓർഗൻസ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത്. ഏതൊക്കെയാണ്? ടങ്, ഐ, നോസ്, സ്കിൻ ആൻഡ് ഇയർ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ 5 സെൻസ് ഓർഗൻസിനെ കുറിച്ചുമാണ്. എങ്ങനെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത്, ഇവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ വിൻഡോസ് ഓഫ് നോളജ് എന്നുള്ള ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ബയോളജിയുടെ ടെക്സ്റ്റും നോട്ടും ഒക്കെ എടുത്ത് ക്ലാസ് കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുക. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ഇനി നോക്കാം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ന്യൂസ് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ടീച്ചർ കാണിച്ചിട്ടുള്ളതാണ് ആ ന്യൂസ് റിപ്പോർട്ട്. എല്ലാവരും ഈ ന്യൂസ് റിപ്പോർട്ട് ഒന്ന് നോക്കിക്കേ. എന്താണ് ഇതിൽ പറയുന്നത്? എർത്ത്ക്വേക്ക് വിക്ടിംസ് റെസ്ക്യൂഡ്, കാഠ്മണ്ഡു. റെസ്ക്യൂഡ് വിക്ടിംസ് ഹു ഗോട്ട് ട്രാപ്ഡ് ഇൻ ദ collapsed buildings due to earthquakes in the eastern region of Kathmandu, the capital of Nepal. The rescue operation was difficult due to heavy rain and insufficient light. Specially trained dogs helped to detect the victim and save their lives during the crisis. എന്താണ് പറയുന്നത്? കാഠ്മണ്ഡുവില് എർത്ത് ഉണ്ടായി അല്ലെ? എർത്ത് സമയത്ത് അവരുടെ റെസ്ക്യൂ ഓപ്പറേഷൻ, അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു വിക്ടിംസിനെ, ആ ഒരു എർത്ത് അകപ്പെട്ടിട്ടുള്ള, അതായത് എർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഭൂകമ്പമാണല്ലേ? ആ ഭൂകമ്പത്തിൽ അകപ്പെട്ട വിക്ടിംസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള റെസ്ക്യൂ ഓപ്പറേഷനാണ് നടക്കുന്നത്. ആ സമയത്താണ് അവിടെ എന്താണ്? ഹെവി റെയിൻ, നല്ല മഴയും അതുപോലെ തന്നെ ലൈറ്റൊക്കെ പോയി. അപ്പൊ അവരെ മണ്ണിന്റെ അടിയിൽ നിന്നൊക്കെ ഈ വിക്ടിംസിനെ രക്ഷപ്പെടുത്താൻ റെസ്ക്യൂവിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നു. ഈ സമയത്ത് അവര് ഡോഗിന്റെ ഹെൽപ്പില് ഈ വിക്ടിംസിനൊക്കെ എന്ത് ചെയ്തു? രക്ഷപ്പെടുത്തി. ഡോഗ്, ആ ലൈറ്റ് ഒന്നും ഇല്ലെങ്കിലും ഡോഗ് എന്ത് ചെയ്തു? ഇതിലകപ്പെട്ട, മണ്ണിനടിയിലൊക്കെ അകപ്പെട്ട അല്ലെങ്കിൽ ബിൽഡിങ്സിന്റെ ഒക്കെ ഉള്ളിൽ അകപ്പെട്ട ആ വിക്ടിംസിനെ ഡോഗ് ഡിറ്റക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അവരുടെ ആ ലൈഫ് സേവ് ചെയ്തു. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ന്യൂസിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ആ ന്യൂസ് ശ്രദ്ധിച്ചില്ലേ? ആ ന്യൂസിൽ എന്താണ് പറയുന്നത്?
എർത്ത് ക്വേക്ക് ഉണ്ടായപ്പോൾ അതിലുണ്ടായ വിക്ടിംസിനെ രക്ഷപ്പെടുത്താൻ ആർക്ക് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ള മനുഷ്യർക്ക് ഫയർഫോഴ്സിനൊക്കെ എന്തായിട്ട് വന്നു, അതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നു. കാരണം എന്താണ്, ഹെവി റെയിനുമാണ്, ഇൻസഫിഷ്യന്റ് ലൈറ്റുമാണ്, അവിടെ ലൈറ്റും ഇല്ല, കാണാൻ കഴിയുന്നില്ല ഒന്നും. ഈ സമയത്താണ് അവർ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗുകളെ ഇറക്കിയിട്ട് ആളുകളെ രക്ഷപ്പെടുത്തിയത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിനെയും ഡോഗിനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹ്യൂമൻസിനേക്കാൾ എന്തോ ഒരു എബിലിറ്റി കൂടുതലായിട്ട് ആർക്കുണ്ട് എന്ന് മനസ്സിലായി, ഡോഗ്സിനുണ്ട് എന്ന് മനസ്സിലായി. അതായത് നമുക്ക് ലൈറ്റ് ഇല്ലാതെ എന്താണ് ഒന്നും കാണാനും കഴിയുന്നില്ല, വിക്ടിംസിനെ കണ്ടെത്താനും കഴിയുന്നില്ല. എന്നാൽ ഡോഗ് എന്ത് ചെയ്തു, അവരെ കണ്ടെത്തി. എങ്ങനെയാണ്, ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഓരോ കേസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഡോഗ്സ് എന്ത് ചെയ്യുന്നത് ആ ഒരു കേസില് മണം പിടിച്ചില്ല, അവർ സ്മെല്ല് ഡിറ്റക്ട് ചെയ്തിട്ടാണ് എന്ത് കണ്ടെത്തുന്നത്, അതിലുള്ള പ്രതികളെ കണ്ടെത്തുന്നത് അല്ലെ. അപ്പൊ എന്താണ് അവർ ഡിറ്റക്ട് ചെയ്യുന്നത്, സ്മെല്ല് ഡിറ്റക്ട് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മളെക്കാൾ കൂടുതലായിട്ട് സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആർക്കുണ്ട്, ഡോഗിനുണ്ട്. മനസ്സിലായോ? കരയിലെ ഏറ്റവും കൂടുതൽ സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉള്ള ഓർഗാനിസം എന്ന് പറയുന്നത് ഡോഗാണ്. അങ്ങനെയാണെങ്കിൽ വാട്ടറിൽ ഏത് അനിമലിനാണ് സ്മെല്ല് കൂടുതലായിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്? യെസ്, ഷാർക്കിനാണ്. അപ്പോൾ ഈ ഒരു കേസ് നമ്മൾ നോക്കുക, ഷാർക്കായാലും ഡോഗായാലും ഇനിയിപ്പോൾ ഹ്യൂമൻസ് ആയാലും നമ്മൾ പറഞ്ഞു സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിയിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. എന്താണ് ഈ ഡിഫറൻസിന് കാരണം? എന്താണ് കാരണം? അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ സെൻസ് ഓർഗൻസിൽ ഇമ്പൾസുകളെ അല്ലെങ്കിൽ സ്റ്റിമുലസിനെ റിസീവ് ചെയ്യാൻ നിൽക്കുന്ന സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് സെൽ ഈസ് കോൾഡ് റിസപ്റ്റേഴ്സ്. What is receptors? Receptors are the specialized type of cells in the sense organ and the various part of the body. നമ്മുടെ ബോഡിയുടെ പല ഭാഗങ്ങളിലായിട്ടും അതുപോലെ തന്നെ സെൻസ് ഓർഗൻസിലും കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് സെൽസ് ആണ് ഏത്? റിസപ്റ്റേഴ്സ് ആണ് സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്നത്. എവിടെ നിന്ന്? സറൗണ്ടിങ്സിൽ നിന്ന്. ഓക്കെ, അപ്പൊ ഇനി നോക്കുക, നമ്മൾ പറഞ്ഞു ഡോഗിന്റെ കേസിൽ സ്മെല്ല് നന്നായിട്ട് ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റീസ് ഡോഗിനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോഗിന്റെ നോസിലുള്ള റിസപ്റ്റേഴ്സ് അതായത് നമുക്കറിയാം നോസിൽ കാണപ്പെടുന്ന റിസപ്റ്റർ ഏതാണ്? പഠിച്ചിട്ടുണ്ടോ എന്ന് ഓർത്ത് നോക്കിക്കേ, ഏത് റിസപ്റ്ററാണ് നോസിൽ കാണപ്പെടുന്നത്? നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ അതൊന്നും കൂടി പറയും, എന്നാലും നിങ്ങളൊന്ന് ഓർത്ത് പറഞ്ഞേ, ഏതാണ് നമ്മുടെ നോസിലുള്ള റിസപ്റ്റർ? ഓൾഫാക്ടറി റിസപ്റ്റർ. ഓക്കെ, അപ്പൊ നമ്മള് ഡോഗിന്റെ നോസിലുള്ള ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഇങ്ങനെ പുറത്തെടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു സ്കാർഫില്, ഓക്കെ, ഒരു ടവല് നമ്മൾ അതിനെ ഉൾക്കൊള്ളിക്കാം. ഓൾഫാക്ടറി നെർവ്സ് ആർക്കുണ്ട്? നമ്മുടെ ഡോഗിന്റെ നോസിലുണ്ട്. എന്നാൽ ഹ്യൂമൻസിന്റെ നോസിലെ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു പോസ്റ്റേജ് സ്റ്റാമ്പിന്റെ അത്ര സൈസ് അല്ലെങ്കിൽ അതിൽ നിരത്തി വെക്കാൻ കഴിയുന്ന അത്ര ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആണ് ആർക്കുള്ളത്? ഹ്യൂമൻസിനുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഹ്യൂമൻസിന്റെ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതൊരു സ്കാർഫിൽ മാത്രമാണ് ഉൾപ്പെടുത്താൻ, അതൊരു പോസ്റ്റേജ് സ്റ്റാമ്പിൽ മാത്രമാണ്, അല്ലെങ്കിൽ ആ സൈസിൽ മാത്രം അത്രയ്ക്കുള്ള ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആണ് ഹ്യൂമൻസിന്റെ നോസിൽ കാണപ്പെടുന്നത്. എന്നാൽ ഡോഗിന്റെ കേസിലാണെങ്കിൽ ഒരു സ്കാർഫിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന അത്രയും ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് നോസിലുണ്ട്. ആരുടെ? ഡോഗിന്റെ നോസിലുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? ദ നമ്പർ ഓഫ് റിസപ്റ്റേഴ്സ് ഇൻ ദ സെൻസ് ഓർഗൻ ഈസ് ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് ഓർഗാനിസംസ്. ഓക്കെ, എന്താണ് നമ്മുടെ ബോഡിയിലെ സെൻസ് ഓർഗൻസിൽ കാണപ്പെടുന്ന ആ റിസപ്റ്റേഴ്സ് ഓരോ ഓർഗാനിസത്തിലും അതിന്റെ നമ്പറിൽ എന്തുണ്ടായിരിക്കും? ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ദ നമ്പർ ഓഫ് റിസപ്റ്റേഴ്സ് ഇൻ ദ സെൻസ് ഓർഗൻ ഈസ് ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് ഓർഗാനിസം. മനസ്സിലായല്ലോ? അപ്പൊ കൂടുതൽ റിസപ്റ്റേഴ്സ് ഉള്ളത് കൊണ്ടാണ്, കൂടുതൽ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഡോഗിനെ എന്താണ് സ്മെല്ല് ഡിറ്റക്ട് ചെയ്ത് ആ വിക്ടിംസിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞത്. മനസ്സിലായോ? അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം കൂടി മനസ്സിലായി. എന്താണ്? ദ എഫിഷ്യൻസി ഓഫ് സെൻസ് ഓർഗൻ ഈസ് റിലേറ്റഡ് ടു ദ നമ്പർ ഓഫ് റിസപ്റ്റേഴ്സ് ഇൻ ദ സെൻസ് ഓർഗൻ. ഒരു സെൻസ് ഓർഗന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? ആ സെൻസ് ഓർഗനിൽ കാണപ്പെടുന്ന റിസപ്റ്റേഴ്സിന്റെ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഇത്രയും മനസ്സിലായോ?
ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള വേരിയസ് ടൈപ്പ് റിസപ്റ്റേഴ്സും അതുപോലെ തന്നെ ഈ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്ന സെൻസ് ഓർഗൻസും അത് ഏത് സ്റ്റിമുലയാണ് ഡിറ്റക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചതാണ്, എന്നാലും ഒന്നും കൂടി പറഞ്ഞു തരാം. ഓക്കെ ഓക്കെ സ്റ്റുഡൻസ്, അപ്പൊ ഇനി നിങ്ങൾ നോക്കാം നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന ആ 5 സെൻസ് ഓർഗൻസും ആ സെൻസ് ഓർഗൻസിലുള്ള റിസപ്റ്റേഴ്സും അതുപോലെ തന്നെ ഈ റിസപ്റ്റേഴ്സ് ഏതു സ്റ്റിമുലസിനെയാണ് സറൗണ്ടിങ്സിൽ നിന്നും റിസീവ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് ഓരോന്നും പറഞ്ഞതാണ്. പക്ഷെ ഈ ചാപ്റ്ററിൽ നമുക്കിത് എന്തായാലും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്നും കൂടി പറഞ്ഞു തരാണ്. ഓക്കെ, നോക്കാം. സെൻസ് ഓർഗനിൽ ഫസ്റ്റ് ഐ ആണ്. നമുക്കറിയാം ഐയിൽ കാണപ്പെടുന്ന റിസപ്റ്റർ ഏതാണ്? ഫോട്ടോ റിസപ്റ്റേഴ്സ് ആണ് ഐയിൽ കാണപ്പെടുന്നത്. ദെൻ ഏത് സ്റ്റിമുലസിനെയാണ് ഈ ഫോട്ടോ റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്യുന്നത്? ലൈറ്റ് ആണ് അവിടെ സ്റ്റിമുലസ്. നെക്സ്റ്റ് വൺ ഇയർ ആണ്. ഇയറിൽ കാണപ്പെടുന്ന റിസപ്റ്റേഴ്സ് ആണ് ഓഡിറ്ററി റിസപ്റ്റേഴ്സ്. നോക്കാം, ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ആണ് ഇയറിൽ കാണപ്പെടുന്നത്. ഈ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്യുന്ന സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഏതാണ്? സൗണ്ട് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ടങ്. ടങ്ങിൽ കാണപ്പെടുന്നത് ടേസ്റ്റ് റിസപ്റ്റർ ആണ്. നമ്മൾ ആ റിസപ്റ്ററിന്റെ പേര് പഠിച്ചു. ടങ്ങിലുള്ള ടേസ്റ്റ് റിസപ്റ്റർ അറിയപ്പെടുന്ന പേരെന്താണ്? കീമോ റിസപ്റ്റർ. എന്താണ്? കീമോ റിസപ്റ്റർ. അത് ഏത് സ്റ്റിമുലസിനെയാണ് റിസീവ് ചെയ്യുന്നത്? ടേസ്റ്റ് എന്ന് പറയുന്ന സ്റ്റിമുലസിനെയാണ് റിസീവ് ചെയ്യുന്നത്. ദെൻ നോസ് നോക്കാം. നോസിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ, നോസിൽ കാണപ്പെടുന്ന സ്റ്റിമുലസ് റിസപ്റ്റർ എന്നറിയപ്പെടുന്നത് ഓൾഫാക്ടറി റിസപ്റ്റർ ആണ്. ഇനി ഈ ഓൾഫാക്ടറി റിസപ്റ്റർ റിസീവ് ചെയ്യുന്ന സ്റ്റിമുലസ് ഏതാണ്? സ്മെല്ലാണ് ആ സ്റ്റിമുലസ്. ഓക്കെ, നെക്സ്റ്റ് വൺ സ്കിന്നാണ്. സ്കിന്നിൽ നമുക്കറിയാം വേരിയസ് ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സ് പ്രസന്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മെക്കാനോ റിസപ്റ്റർ, ക്യൂട്ടേനിയസ് റിസപ്റ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വേരിയസ് ടൈപ്പ് റിസപ്റ്റേഴ്സ് ഇത്ര നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഇനി നോക്കുക, അത് റിസീവ് ചെയ്യുന്ന സ്റ്റിമുലസ് എന്ന് പറയുന്നത് വേരിയസ് ടൈപ്പ് ഓഫ് സ്റ്റിമുലസ് ആണ്. ലൈക്ക് ടച്ച്, പെയിൻ, ടെമ്പറേച്ചർ, കോൾഡ് ആൻഡ് പ്രഷർ. ഓക്കെ, അപ്പൊ ഈ 5 സെൻസ് ഓർഗൻസിലും കാണപ്പെടുന്ന റിസപ്റ്റേഴ്സിന്റെ പേര് നിങ്ങൾ ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ആ റിസപ്റ്ററും അതുപോലെ തന്നെ ആ റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്യുന്ന സ്റ്റിമുലസും. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് സെൻസ് ഓർഗൻ ആയിട്ടുള്ള ഐയിനെ കുറിച്ചാണ്. ഐയുടെ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ സ്ട്രക്ചറുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഐ എന്ന് പറയുന്ന സെൻസ് ഓർഗൻ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഐയുടെ പ്രൊട്ടക്ഷൻ പഠിക്കാം. എല്ലാവരും ബോഡിയിലോട്ട് നോക്കിയിരിക്കുക. ഐയുടെ പ്രൊട്ടക്ഷൻ ആരും നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ടെക്സ്റ്റിലോട്ട് നോക്കിയിരിക്കരുത് കേട്ടോ. ക്ലാസ് ശ്രദ്ധിക്കുക. ഓക്കെ, അതിനുശേഷം ക്ലാസ് കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുക, പിന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ നോക്കുക, ഫസ്റ്റ് ഐയുടെ പ്രൊട്ടക്ഷൻ പറയുന്നത് ഐ സോക്കറ്റ് ഓർ ഓർബിറ്റ് എന്ന് പറയും. ഐ എവിടെയാണ് കാണപ്പെടുന്നത്? ഐനെ ഫിക്സ് ചെയ്ത് നിർത്തിയിട്ടുള്ള ബ്രെയിനിലുള്ള സോക്കറ്റ് എന്ന് പറഞ്ഞാൽ കുഴിയാണ്. നമ്മുടെ തലയോട്ടിനുള്ളിൽ ഇപ്പൊ നമ്മുടെ സ്കള്ള് എടുക്കുകയാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് 2 കുഴി കാണുന്നുണ്ട് അല്ലെ, സോക്കറ്റ് കാണപ്പെടുന്നുണ്ട്. അതിനെ ഓർബിറ്റ് എന്നും പറയും. അപ്പോൾ അതാണ് ഐയുടെ പ്രൊട്ടക്ഷനിൽ ഫസ്റ്റ് ഉള്ളത്. ഏതാണ്? ഐ സോക്കറ്റ് ഓർ ഓർബിറ്റ്. പ്രൊട്ടക്ഷൻ ഓഫ് ഐബോൾ. ഐബോൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഓക്കെ എവിടെയാണ്? ഈ ഐ സോക്കറ്റിലാണ്. ഐ സോക്കറ്റിന്റെ ആ ഒരു കുഴി പോലുള്ള ആ ഒരു സോക്കറ്റ് ഉള്ളത് കൊണ്ട് ഐബോൾ എന്ത് ചെയ്യും? ആ സോക്കറ്റിലാണ് ഫിക്സ് ചെയ്ത് നിർത്തിയിട്ടുള്ളത്. മനസ്സിലായല്ലോ? ദെൻ നെക്സ്റ്റ് വൺ എക്സ്റ്റേണൽ ഐ മസിൽസ്. എക്സ്റ്റേണൽ ഐ മസിൽസ് എന്ന് പറഞ്ഞാൽ ഫിക്സ് ദ ഐബോൾ ഇൻ ദ ഓർബിറ്റ്. നമ്മുടെ ഈ ഐബോൾ അതിനെ കംപ്ലീറ്റ് ഈ ഐ സോക്കറ്റിൽ ഫിക്സ് ചെയ്ത് നിർത്തുക. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോവുക, വീഴൊന്നും ചെയ്യരുത് അല്ലേ, കാരണം അതിനെ ഫിക്സ് ചെയ്ത് നിർത്തണം. അപ്പോൾ ഐബോളിനെ ഐബോളിനെ എവിടെ? ഐ സോക്കറ്റിൽ ഫിക്സ് ചെയ്ത് നിർത്തിയിട്ടുള്ളത് ആരാണ്? എക്സ്റ്റേണൽ ഐ മസിൽസ്. മനസ്സിലായോ? ഇനി നോക്കാം, നെക്സ്റ്റ് ആണ് ഐബ്രോ. ഐബ്രോ നമുക്കറിയാം നമ്മുടെ പുരികം അല്ലെ. ഈ പുരികം എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഐബ്രോ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? പ്രൊട്ടക്ട് ദ ഐ ഫ്രം ഡസ്റ്റ്, സ്വെറ്റ്. നമുക്കറിയാം നമ്മുടെ കണ്ണിലോട്ട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് പൊടിയാവുകയോ ഇനി സ്വെറ്റിങ് നമ്മുടെ ഹെഡിൽ നിന്നുമുള്ള സ്വെറ്റ് വരുമ്പോൾ അത് ഐയിലോട്ട് വീഴാതെ പ്രൊട്ടക്ട് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഐബ്രോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഐ ലാഷസ്. ഐ ലാഷസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ലാഷസ് എന്താണ്? ഐലാഷസ് കൺപീലികളാണ്, നമ്മുടെ കൺപീലികൾ. കൺപീലികൾ എന്താണ് ചെയ്യുന്നത്? പ്രൊട്ടക്ട് ദ ഐസ് ഫ്രം ഡസ്റ്റ്. പൊടിപടലങ്ങളിൽ നിന്നും ഡസ്റ്റിൽ നിന്നും നമ്മുടെ ഐയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? ഐ ലാഷസ് ആണ്. ദെൻ ഐലിഡ്. ഐലിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺപോള. കൺപോള എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? പ്രൊട്ടക്ട് ദ ഐ ഫ്രം ഡസ്റ്റ് ആൻഡ് എക്സ്റ്റേണൽ ഷോക്ക്. അതായത് ഒന്ന് നമ്മുടെ ഐയിനെ ഡസ്റ്റിൽ നിന്നും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഡസ്റ്റ് ആവുമ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ഐലിഡ് ക്ലോസ് ആവും അല്ലേ? അപ്പൊ ഡസ്റ്റിൽ നിന്നും അതുപോലെ തന്നെ ഷോക്കിൽ നിന്നും എന്തെങ്കിലും ഒരു ഇഞ്ചറി വരുമ്പോൾ, ഏതെങ്കിലും ഒരു ഇൻസെക്ട് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് നമ്മുടെ ഐക്ക് നേരെ വന്നാൽ പെട്ടെന്ന് നമ്മുടെ ഐലിഡ് അവിടെ ക്ലോസ് ആവും. അപ്പൊ അതെന്താ ചെയ്യുന്നത്? ഐയെ പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ നമ്മൾ പഠിച്ചു? ഇനിയും ഉണ്ട് കൺജക്റ്റൈവ, അതുപോലെ തന്നെ ടിയേഴ്സും കൂടി പറയാനുണ്ട്. ഇതൊന്നും കൂടി നോക്കുക. ഐ സോക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഐ സോക്കറ്റ് അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട് ദ ഐബോൾ. ഐബോളിനെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ദെൻ എക്സ്റ്റേണൽ ഐ മസിൽസ് എന്ന് പറഞ്ഞാൽ ഫിക്സ് ദ ഐബോൾ ഇൻ ദ സോക്കറ്റ്. സോക്കറ്റിലെ ഈ ഐ സോക്കറ്റിലെ ഐബോളിനെ ഫിക്സ് ചെയ്ത് നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നത് എക്സ്റ്റേണൽ മസിൽസ് ആണ്. ദെൻ ഐബ്രോ. ഐബ്രോ എന്താ ചെയ്യുന്നത്? പ്രൊട്ടക്ട് ദ ഐ ഫ്രം ഡസ്റ്റ് ആൻഡ് സ്വെറ്റ്. സ്വെറ്റിൽ നിന്നും ഡസ്റ്റിൽ നിന്നും ഒക്കെ ഐയെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഐ ലാഷസ് എന്താ ചെയ്യുന്നത്? പ്രൊട്ടക്ട് ദ ഐ ഫ്രം ഡസ്റ്റ്. ദെൻ ഐ ലിഡ് എന്താ ചെയ്യുന്നത്? പ്രൊട്ടക്ട് ദ ഐ ഫ്രം ഡസ്റ്റ് ആൻഡ് എക്സ്റ്റേണൽ ഷോക്ക്. നെക്സ്റ്റ് കൺജക്റ്റൈവ. കൺജക്റ്റൈവ നോക്കുക. കൺജക്റ്റൈവ സെക്രീറ്റ്സ് മ്യൂക്കസ് which protect the anterior part of the eyeball from being dry. കൺജക്റ്റൈവ എന്താണ് ചെയ്യുന്നത്? പ്രൊട്ടക്ട് ദ ആന്റീരിയർ പാർട്ട് ഓഫ് ദ ഐ. നമ്മുടെ ഐയുടെ ആന്റീരിയർ പോർഷനെ പ്രൊട്ടക്ട് ചെയ്യുക. എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ബൈ സെക്രീറ്റിംഗ് എ മ്യൂക്കസ്. ഒരു മ്യൂക്കസ് സെക്രീറ്റ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ കൺജക്റ്റൈവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ഐയുടെ ഒരു പാർട്ടാണ്. ഓക്കെ, നിങ്ങൾ നമ്മുടെ ഐയിൽ ഈ വൈറ്റ് കളറിൽ കാണപ്പെടുന്ന പാർട്ട് കണ്ടോ? ഈ വൈറ്റ് കളറിൽ കാണപ്പെടുന്ന പാർട്ടാണ് ഇത് കൺജക്റ്റൈവ. ആൻഡ് ദീസ് പാർട്ട് സെക്രീറ്റ് എ മ്യൂക്കസ്. അതായത് കൺജക്റ്റൈവ എന്ന് പറയുന്ന ഈ വൈറ്റ് കളർ പാർട്ട് ഒരു മ്യൂക്കസ്, ഒരു കൊഴുപ്പ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ കൊഴുപ്പിന്റെ പ്രത്യേകത എന്താണ്? പ്രൊട്ടക്ട് ദ ആന്റീരിയർ പാർട്ട് ഓഫ് ദ ഐബോൾ ഫ്രം ബീയിങ് ഡ്രൈ. ഓക്കെ, അതായത് നമ്മുടെ ഐയുടെ ആന്റീരിയർ പാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യണ. ആന്റീരിയർ നമുക്കറിയാം, നമ്മുടെ ഐയുടെ ആന്റീരിയർ പാർട്ട് ഈ വൈറ്റ് കളറൊക്കെ എപ്പോഴും വെറ്റായിട്ടാണ് ഇരിക്കുക അല്ലേ? ഒരു ചെറിയ നനവ് എപ്പോഴും നമ്മുടെ ഐക്കുണ്ട്. അപ്പോൾ ഈ വെറ്റ്നെസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൺജക്റ്റൈവ സെക്രീറ്റ് ചെയ്യുന്ന മ്യൂക്കസ് ആണ്. ഈ മ്യൂക്കസ് ഇല്ലെങ്കിൽ നമ്മുടെ ഐ അവിടെ എന്താവും? ഡ്രൈ ആവും. ഡ്രൈ ആയി കഴിഞ്ഞാൽ അവിടെയുള്ള ടിഷ്യൂസ് ഒക്കെ എന്ത് ചെയ്യും? ഡിസ്ട്രോയ് ആവും. ഓക്കെ, അപ്പോൾ അത് ഐക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കും. ഐ പ്രോബ്ലംസ് അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കൺജക്റ്റൈവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ മ്യൂക്കസ് നമ്മുടെ ഐബോളിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡ്രൈ ആവാതെ സംരക്ഷിക്കുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു വെറ്റ്നെസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ടിയേഴ്സ്. ടിയേഴ്സ് നമുക്കറിയാം, കണ്ണുനീര്. കണ്ണുനീരിന് നല്ല ഫങ്ഷനാണ് ഉള്ളത് കേട്ടോ. കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം കരഞ്ഞോ അത്രത്തോളം നിങ്ങളുടെ ഐ എന്ത് ചെയ്യും? ക്ലീൻ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ടിയേഴ്സിന്റെ ഫങ്ഷൻ എന്താണ്? ക്ലീൻ ആൻഡ് ലൂബ്രിക്കേറ്റ് ദ ആന്റീരിയർ പാർട്ട് ഓഫ് ദ ഐബോൾ. നമ്മുടെ ഐബോളിന്റെ ആന്റീരിയർ പാർട്ട് ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ ഒരു ലൂബ്രിക്കേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? ടിയേഴ്സ് ആണ്. ആൻഡ് ടിയേഴ്സ് കണ്ടെയ്നിങ് എ എൻസൈം ഈസ് കോൾഡ് ലൈസോസൈം. ടിയേഴ്സിൽ ലൈസോസൈം എന്ന് പറയുന്ന ഒരു എൻസൈം പ്രസന്റ് ആണ്. ലൈസോസൈമിനെ കുറിച്ച് നിങ്ങൾ 9th പഠിച്ചിട്ടുണ്ട്, 8th പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ ലൈസോസൈം എന്ന് പറഞ്ഞാൽ? ലൈസോസോം എന്ന് പറയുന്നത് ഒരു സെൽ ഓർഗനലാണ്. ഈ സെൽ ഓർഗനലിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള എൻസൈം ആണ് ഇത് ലൈസോസൈം. ലൈസോസൈമിന്റെ പ്രത്യേകത എന്താണ്? ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എൻസൈം ആണ് ഇത് ലൈസോസൈം. അപ്പൊ നമ്മുടെ ടിയേഴ്സിലും കണ്ണുനീരിലും ഏത് എൻസൈം പ്രസന്റ് ആണ്? ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം പ്രസന്റ് ആണ്. ആ എൻസൈമിന്റെ ഫങ്ഷൻ എന്താണ്? ഇറ്റ് ഡിസ്ട്രോയ് ദ ജേംസ് ദാറ്റ് എൻ്റർ ദ ഐസ്. ഐയിലോട്ട് എൻ്റർ ചെയ്യുന്ന ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യും? ലൈസോസൈം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ കൺജക്റ്റൈവും ടിയേഴ്സും മനസ്സിലായോ? ഓക്കെ സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ഫസ്റ്റ് സെൻസ് ഓർഗൻ ആയിട്ടുള്ള ഐയിനെ കുറിച്ചും അതുപോലെ തന്നെ സെൻസ് ഓർഗൻസും അതിൽ കാണപ്പെടുന്ന വേരിയസ് ടൈപ്പ് റിസപ്റ്റേഴ്സ്, അവ റിസീവ് ചെയ്യുന്ന സ്റ്റിമുലസ്, ഇത്തരം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഐയുടെ സ്ട്രക്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.